ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയൻസ് ആണ്, ഷെരീഫാണ്, പിന്നെ നമ്മുടെ രജീഷാണ്, പിന്നെ ഞാൻ മിഥുനാണ്. ശരിക്കും അപ്പോൾ നമ്മൾ എല്ലാവരും ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിന്റെ കുറെ സ്റ്റുഡൻസ് ആണെന്ന് പറയും അല്ലെ. ഇതാണ് നമ്മുടെ ഫൗണ്ടർ കേട്ടോ. പുള്ളി സ്റ്റുഡന്റ് അല്ല, പുള്ളിയാണ് നമ്മുടെ ഫൗണ്ടർ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിന്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഷെരീഫിന് നല്ലൊരു റിസൾട്ടാണ് ശരിക്കും കുറഞ്ഞ ടൈമിൽ അല്ലേ. 5 months 75 lakhs ആണ്. അതൊരു ചെറിയ എമൗണ്ട് അല്ല. ശരിക്കും കേരളത്തിൽ ഒരു ഡിജിറ്റൽ കോച്ചസിന്റെ ഇടയിൽ ഇതൊരു വലിയൊരു നേട്ടം തന്നെയാണ് ശരിക്കും ഇദ്ദേഹത്തിന് ഉണ്ടായത്. ശരിക്കും ഇത്രയും കുറഞ്ഞ ടൈമിൽ ഇത്രയും വലിയൊരു റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് ചോദിക്കാൻ. അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ്. കാരണം പിന്നെ ഞാനൊരു ജസ്റ്റ് എൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നതായിരിക്കും അതിൽ നല്ലത്. ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാനൊരു 22 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എൻ്റെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. അത് കഴിഞ്ഞ് ഗ്രാഫിക് ഡിസൈനറായി പിന്നീട് ഞാൻ എൻ്റെ ലോഗോ ഡിസൈനിങ് എന്നുള്ള ഒരു മേഖല മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു. പിന്നീട് ഞാൻ ലോഗോ ഡിസൈനിങ്ങിന് ഒരു വലിയ സാധ്യത ഉണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ ബ്രാൻഡിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ആ ഒരു ലോഗോ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളെ ഒരു ബ്രാൻഡിങ് കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ വർക്കുകൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പ് ജയൻ സാറുമായിട്ട് പരിചയപ്പെടുന്നത്. പുള്ളിയുടെ ഓൺലൈൻ ഒരു പ്രൊമോഷന് കണ്ട് ഞാൻ പുള്ളിയെ വിളിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. പഠിച്ചെടുക്കാൻ എത്ര ടൈം എടുത്ത് ഇതെല്ലാം കൂടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷമാണോ ചോദിച്ചത്? ഏകദേശം ഒരു 3 മാസം കൊണ്ട് ഞാൻ എൻ്റെ സ്ട്രെങ്ത് എനിക്ക് മനസ്സിലായി. എൻ്റെ ജോലിയിൽ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതിന് എന്നെ സപ്പോർട്ട് ചെയ്തത് ജയൻ സാർ തന്നെയാണ് കേട്ടോ. കാരണം ജയൻ സാറിൻ്റെ പല ചോദ്യങ്ങളും നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ പുറത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇഷ്ടമുള്ള ഒരു മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുവാണ്. വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഏറ്റവും ഞാനിപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു പാഷൻ എന്തായിരുന്നു എന്നുള്ളതും ആ പാഷനെ എത്രത്തോളം ബിസിനസ് ആക്കി കൺവെർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് ഞാൻ വളരെയധികം സംതൃപ്തനാണ് ആ മേഖലയിൽ. എനിക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസ് ഉണ്ട്. ഞാൻ അതിലായിരുന്നു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് എൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ മാത്രമായിട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഫുൾ ടൈം കൺസൾട്ടിങ് രംഗത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ചെറുകിട ബിസിനസ്സുകാർക്കുള്ള പ്രോബ്ലംസുകൾ മനസ്സിലാക്കി അതിലുള്ള സൊല്യൂഷനുകൾ കൊടുക്കുന്ന ഒരു മേഖലയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രജീഷിന് എന്താണ് പറയാനുള്ളത് ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിൽ വന്നതിന് ശേഷം? ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിൽ വരേണ്ട സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെയാണ് എൻ്റെ കഴിവുകളും എൻ്റെ താല്പര്യങ്ങളും എനിക്കിഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതെങ്ങനെ ഇതിലോട്ട് കൊണ്ടുവരാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ജയൻ സാറിൻ്റെ ഒരു പരസ്യം അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളെ എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി കൊടുക്കാം, ഒരു വാല്യൂ കൊടുക്കലാണല്ലോ ബിസിനസ്. അപ്പം നമ്മളുടെ ഒരു കാര്യത്തെ എങ്ങനെ ഒരു വാല്യൂ ആയിട്ട് ഒരു ഡെലിവർ ചെയ്യാം എന്നുള്ളതിൻ്റെ കൃത്യമായൊരു ഇത് കിട്ടും എന്നതിൽ എനിക്ക് പുള്ളി ഒരു ഉറപ്പ് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ നോക്കി നടന്നത് ഇത് തന്നെയാണ്. അതിനുശേഷം ഞാൻ ഷെരീഫ് കെ കോണ്ടാക്ട് ചെയ്തു. അവസാനം ഷെരീഫ് കയോട് സംസാരിച്ചപ്പോൾ ഇതുപോലെ ഷെരീഫ് കയുടെ ഇപ്പോൾ പറഞ്ഞ ഈ ബിസിനസ്സിൻ്റെ ഒരു ഡെപ്തും എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തു. ഞാൻ ഇതിൻ്റെ പാടിയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ജയൻ സാറിൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്തു. അതിനുശേഷം പുള്ളി പറഞ്ഞ ആ സ്ട്രക്ചർ ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ആ സ്ട്രക്ചർ നമ്മൾ എത്രമാത്രം അത് കംപ്ലീറ്റ് ചെയ്തോ, നമ്മൾ പുറത്തിറങ്ങുന്ന ഒരു നല്ലൊരു വാല്യൂ ഒരു പ്രൊഡക്റ്റുമായിട്ടായിരിക്കും. ജനങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കാവുന്ന ഒരു റിസൾട്ടുമായിട്ടായിരിക്കും നമ്മൾ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ആസ് എ ഫൗണ്ടർ, അപ്പോൾ എനിക്ക് ചോദിക്കാൻ താല്പര്യമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് മിഷൻ, താങ്കളുടെ വിഷനും ഒക്കെ എന്താണെന്ന് പറയാം. ഈ ഒരു ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കാരണം ഏറ്റവും കൂടുതൽ കഴിവുള്ള ആളുകൾ കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഏതൊരു കമ്പനിയിലെയാണ്, ഇന്റർനാഷണലുള്ള കമ്പനിയിലാണെങ്കിൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലപ്പത്ത് ഏതെങ്കിലും ഒരു മലയാളി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ കേരളത്തിൽ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്.
നമ്മുടെ ഇത്രയും കഴിവുള്ള ആളുകളെ അവരുടെ കഴിവിനെ, അവരുടെ നോളജിനെ, അല്ലെങ്കിൽ അവരുടെ സ്കില്ലിനെ, അല്ലെങ്കിൽ അവരുടെ ജീവിത അനുഭവങ്ങളെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് 100% വീട്ടിൽ ഇരുന്നുണ്ട് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവൻ അവർക്ക് ഒരു ഡിജിറ്റൽ ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു 1 ലക്ഷം ആളുകളെ, ഒരു മലയാളികളായിട്ടുള്ള ആളുകൾ 1 ലക്ഷം ആൾക്കാരെ ഡിജിറ്റൽ ബിസിനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിന്റെ ലക്ഷ്യം. ഓക്കെ, ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോഴാണ് ഞാൻ ഇതിന്റെ ഒരുപാട് ഡെപ്തിലേക്ക് ഉള്ള സാധ്യതകൾ മനസ്സിലായത്. ഞാൻ വീഡിയോ സീരീസ് എക്സ്പേർട്ട് ആയത് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം കൂടുതലും അതായത് നമ്മുടെ മൊബൈൽ ത്രൂ ആണ്. അപ്പോൾ മൊബൈലിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന കണ്ടന്റും വീഡിയോസാണ്. അപ്പോൾ നമ്മൾ കാണുന്നതും എല്ലാം മനസ്സിലാക്കുന്നതും പ്രോഡക്റ്റ് റിവ്യൂ ആണെങ്കിൽ എന്തുവാണെങ്കിലും അപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് നടക്കുന്നത് ഒരു വീഡിയോ മീഡിയം ത്രൂ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഒരു സ്കോപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരുന്ന ഫ്യൂച്ചർ തന്നെ വലിയൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരും ഇപ്പം സ്മാർട്ട് ഫോൺ ബേസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അല്ലെ. ബിസിനസ് ആണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരു സ്മാർട്ട് ഫോണിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. എനിക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു പാഷൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും കടന്നു വരാവുന്ന, സ്വന്തം ആഗ്രഹത്തിൽ സ്വന്തം ഇഷ്ടത്തിൽ വർക്ക് ചെയ്ത് അവർക്ക് ജനങ്ങൾക്ക് വാല്യൂ കൊടുത്ത് അവർക്കും നല്ല പൈസ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കടന്നു വരേണ്ട മേഖലയാണിത്. നമ്മളെല്ലാവരും ഇപ്പൊ ഫോളോ ചെയ്യുന്നത് നമ്മുടെ പാഷനാണ്. ശരിക്കും ഞാനും ഫോളോ ചെയ്യുന്നത് എന്റെ പാഷനാണ്. ഇഷ്ടത്തോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് സ്ട്രെസ് കുറയും, സന്തോഷമുണ്ടോ? മനുഷ്യന്റെ അൾട്ടിമേറ്റ് ആയിട്ട് ലക്ഷ്യം സന്തോഷകരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് ജീവിക്കുക അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും ഒരാളുടെയും ഒന്നും കോപ്പി അടിച്ചിട്ടല്ല. എല്ലാവർക്കും അവരുടേതായ യൂണീക്നെസ് ഉണ്ട്. എല്ലാവർക്കും യൂണീക്നെസ് ഉണ്ട്. അതുപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുകൾ തിരിച്ചറിഞ്ഞ ആളുകളാണെങ്കിൽ അവരെന്തായാലും ഇതിലോട്ട് വരണം. അത് കൂടാതെ നിങ്ങളിലുള്ള ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ള കഴിവ് എങ്ങനെ പുറത്തെടുക്കണമെന്ന് എനിക്കറിയാവുന്നതാണെന്നില്ല. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് വേറെ മേഖല ലോഗോയിലായിരുന്നു, ഗ്രാഫിക് ഡിസൈനിങ്ങിലായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളത്തെ കറക്റ്റ് കഴിവ് പുറത്തെടുത്തു ജയൻ സാർ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആഗ്രഹം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്കും ഈ ഗ്രൂപ്പിലോട്ട് വരുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ പാഷൻ ഉണ്ടെങ്കിൽ, പാഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉയരങ്ങളിലോട്ട് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മടുക്കും കുറച്ച് കഴിയുമ്പോൾ. പ്രത്യേകിച്ച് അത്രയും കോമ്പറ്റീറ്റീവായ വേൾഡാണ്. പാഷൻ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ